ഹായ് ഹലോ. ഇന്ന് നമുക്ക് റവ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഇനിയിപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ അതും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്ന് മതിയാവേ. അതിലേക്ക് ഞാനിപ്പം കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഒരുമിച്ച് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് 1/2 കപ്പോളം തൈരാണ്. നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള തൈരാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിപ്പം ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തൈരും നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ടിയില്ല. നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി അഥവാ വേണമെന്ന് തോന്നിയാൽ തന്നെ വെള്ളം ചേർക്കാതെ തൈര് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് ഇനിയിപ്പം ഞാൻ റവ ചേർക്കുന്നുണ്ട്. നമ്മൾ വറുക്കാത്ത റവയാണ് ചേർക്കുന്നത്. വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വറുക്കാത്ത 1/2 കപ്പ് റവയാട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി 1/2 കപ്പോളം അരിപ്പൊടി ചേർക്കാം കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയില്ലേ, നമ്മൾ ഒറോട്ടി പത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് കൂടി നമ്മൾ 1/2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇനിയിപ്പം ഒരല്പം വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തൈര് തന്നെ ആട്ടോ ചേർക്കുന്നത്. വെള്ളം ചേർക്കാൻ പാടില്ല. നനവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തൈര് ചേർത്തെടുക്കാം കേട്ടോ. കുറച്ചുകൂടിയും 1 ടീസ്പൂണും 2 ടീസ്പൂണും തൈരും കൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിപ്പം പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പിന്നീട് തൈരൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു തൈര് മാത്രമാണ് ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവത്തിൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഈ ഒരു മാവിനെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 5-10 മിനിറ്റ് നമുക്ക് ടൈം ഉള്ളതനുസരിച്ചിട്ടാണ്. 5 മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി ഈ ഒരു മാവിന് നമ്മൾ കുറച്ച് മാവ് കയ്യിലേക്ക് എടുക്കുക കേട്ടോ. ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് കയ്യിലെടുത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ചുടുമ്പോൾ നമ്മൾ പരത്തിയിടൂലേ, അപ്പോൾ അതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഇലയോ ഒന്നും എടുത്തിട്ടില്ല. കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു കുഴി പോലെ ഇങ്ങനെ വരും, റൗണ്ടായിട്ടൊരു കുഴി പോലെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു ഷേപ്പിലാട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് കുഴി കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാക്കി എടുക്കണം എണ്ണ. എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കല്ലേ പിന്നീട് ആക്കി കൊടുക്കുന്നത്. അപ്പം തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി വരും കേട്ടോ. നമ്മളിത് ഇട്ട ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ കളറൊക്കെ ആകെ അങ്ങ് മാറിപ്പോവും. എന്നിട്ട് അതിനെ വെന്ത് കിട്ടാനുള്ളൊരു സമയം മാത്രം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. പെട്ടെന്ന് റെഡിയാകുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ലേ. മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിതാ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റി അതിൻ്റെ ഉൾഭാഗം ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നടുവിലൊരു കുഴി കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് പൊങ്ങി വരില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് ആയാൽ മതി. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. പുറത്തൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇത് നമ്മൾ അതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടി. കറിയൊന്നും ആവശ്യമില്ല, കറിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ നമുക്ക് ഈ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനും പറ്റും. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാട്ടോ.
അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.